പൂനെയിലെ അസിസ്റ്റന്റ് കളക്ടർ പൂജ ഗേദ്കർ IAS നേടിയത് വ്യാജരേഖ സമർപ്പിച്ചാണെന്ന ആരോപണം. OBC നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റും ഭിന്നശേഷി സർട്ടിഫിക്കറ്റും കൃത്രിമമായി ഉണ്ടാക്കിയെന്നാണ് സൂചന. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ ചെയ്യുന്നു. ശ്രീനാഥ്, ഇപ്പോൾ ഒരു പരാതി അല്ലെങ്കിൽ ഒരു ആരോപണം ഉയരാനിടയായ സാഹചര്യം, പശ്ചാത്തലം എന്താണ്, വിവരങ്ങൾ? സുഹേൽ, പൂജ ഖേദ്കറുടെ പേര് ഈ വാർത്തകൾ ആദ്യം വരുന്നത് അവർ ട്രെയിനി IAS ഓഫീസർ ആയിരിക്കെ, പ്രൊബേഷൻ പീരീഡിലായിരിക്കെ അവരുടെ സ്വകാര്യ വാഹനത്തിന് മുകളിൽ ബീക്കൺ ലൈറ്റ് ഘടിപ്പിക്കുകയും VIP നമ്പർ പ്ലേറ്റ് വേണമെന്നൊരു ആവശ്യം ഉന്നയിക്കുന്നു. കളക്ടറുടെ ഓഫീസിൽ, പൂനെയിലെ കളക്ടറുടെ ഓഫീസിൽ അവർക്ക് പ്രത്യേക ചേംബറും സ്റ്റാഫും ഒക്കെ വേണമെന്ന് ആവശ്യം ഉന്നയിക്കുന്നു. അവരുടെ പിതാവ് കളക്ടറുടെ ഓഫീസിലെത്തി മറ്റ് സ്റ്റാഫുകളെ ഭീഷണിപ്പെടുത്തി. അങ്ങനെ പലതരം പരാതികൾ ഇവർക്കെതിരെ ഉയർന്നു. അതേ തുടർന്ന് ചീഫ് സെക്രട്ടറി ഇടപെട്ടു. പിന്നീട് ഇവരെ പൂനെയിൽ നിന്ന് വാഷിമിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തു. അതിന് പിന്നാലെ വന്ന കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് അതീവ ഗുരുതരമായി മാറിയത്. IAS ലഭിക്കാൻ 2021 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥയാണ് ഈ പൂജ ഖേദ്കർ. അവർ സിവിൽ സർവീസ് ലഭിക്കാൻ സമർപ്പിച്ച രേഖകളിൽ പലതും വ്യാജമാണ് എന്നുള്ള കണ്ടെത്തലാണ്. അതിൽ OBC നോൺ ക്രിമിയർ ലെയർ സർട്ടിഫിക്കറ്റ് അവർക്ക് ലഭിച്ചത് വ്യാജമായാണ് എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അവരുടെ പിതാവ് ദിലീപ് ഖേദ്കർ സംസ്ഥാന സർക്കാരിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വഞ്ചിത് ബഹുജൻ അഘാടി സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റ് നമുക്ക് മുന്നിലുണ്ട്. അതിൽ ഏതാണ്ട് 100 കോടിയോളമാണ് ഇദ്ദേഹത്തിൻ്റെ ആസ്തി. അങ്ങനെ ഇരിക്കെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നയാളെന്നുള്ള സർട്ടിഫിക്കറ്റ് ഈ പൂജ ഖേദ്കർ സമ്പാദിച്ചത് തെറ്റായാണ്, വ്യാജമായാണ് എന്ന കാര്യമൊക്കെ തന്നെ വ്യക്തമാവുന്നു. അതോടൊപ്പം തന്നെ ഡിസബിലിറ്റി, ഒരു ഭിന്നശേഷിക്കാരിയാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് നേടി അതുകൂടി മുൻഗണന കിട്ടാൻ വേണ്ടി ഇവർ സമർപ്പിച്ചിരുന്നു. എന്നാൽ ഈ ഡിസബിലിറ്റി, കാഴ്ച പരിമിതി ഉണ്ട് എന്നതാണ് പറയുന്നത്. എന്നാൽ ഇത് പരിശോധിക്കാൻ വേണ്ടി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പലവട്ടം ആവശ്യപ്പെട്ടു. എയിംസിൽ ദില്ലിയിൽ വെച്ച് പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ കോവിഡിൻ്റെ കാരണങ്ങൾ പറഞ്ഞ് 2022 അവർ മാറി നിന്നു. പിന്നീട് പരിശോധനയ്ക്ക് ഒരു ഘട്ടത്തിൽ പോലും അവർ പോയതുമില്ല. അങ്ങനെ ഈ സർട്ടിഫിക്കറ്റും വ്യാജമാണ് എന്നുള്ള സൂചനകളാണ് വരുന്നത്. അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഒരു IAS ട്രെയിനിക്ക് മേൽ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. ഏതായാലും വിശദമായ അന്വേഷണം ഇതിൽ നടക്കുന്നുണ്ട്. സുഹൈൽ, ശ്രീനാഥാണ് വിവരങ്ങൾ നൽകിയത്. ആഡംബര സ്വകാര്യ വാഹനത്തിൽ ബീക്കൺ ലൈറ്റിന് ആവശ്യപ്പെടുക, കളക്ടറേക്കാൾ കൂടുതൽ സേവകരെ ആവശ്യപ്പെടുക, അത് നിറവേറ്റാതിരുന്നപ്പോൾ പിതാവിനെ കൊണ്ടുവന്ന് പ്രശ്നമുണ്ടാക്കുക, 100 കോടി ആസ്തിയുള്ള പിതാവിൽ നിന്ന് സാമ്പത്തികമായി പിന്നോക്കമാണെന്ന സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കാൻ ഗവൺമെന്റ് ഓഫീസിൽ കയറുക, ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് IAS നേടുക, അങ്ങനെ ഒരു IAS കാരി ചെയ്യാൻ പാടില്ലാത്തതെല്ലാം ചെയ്തിരിക്കുകയാണ്. കൂടുതൽ അന്വേഷണങ്ങൾ നടക്കട്ടെ.